വേണ്ട ഇവിടെ കാല് മാത്രം, കാല് മാത്രം. അരമണിലിരിക്കും. ढलंगु तक्कतिकु तक्कतदि किडदोम कर तेई ता ह धि तेई ता ഹ. മനസ്സിലായോ? അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. തത്തൈദാഹ അടവുണ്ടല്ലോ, അതിന് എത്ര പാർട്ടായിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്? അപ്പോൾ ഇത് ഇങ്ങോട്ടുള്ള രണ്ട് സൈഡും തത്തൈദാഹയുടെ ഓരോ പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട് അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റും സെക്കൻഡ് പാർട്ടുമാണ് ക്ലിയർ ചെയ്യുന്നത്. തേർഡ് നമുക്ക് പിന്നെ നോക്കാം. എന്തൊക്കെ പ്രത്യേകതയുണ്ട് തത്തൈദാഹ ചെയ്യുമ്പോൾ? തത്തൈദാഹ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? തത്തൈദാഹ അടവിൻ്റെ പ്രത്യേകത എന്താ പറയും? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് സ്പീഡിൽ പറയും. പിന്നെ കുറച്ച് ഉറക്കെ പറയൂ. കാലിന് എന്തൊക്കെയാ പ്രത്യേകത ഉള്ളത്? നിങ്ങൾ ചെയ്യൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊരു വല്ലാത്തൊരു നമ്മൾ നേരിടേണ്ട വലിയൊരു പ്രശ്നമുണ്ട് തത്തൈദാഹയിൽ. എന്താ അറിയോ? ചെയ്യൂ ത തേയ് അല്ലേ. സാധാരണ നമ്മൾ തെയ്ഹ തെഹി ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? കുതിച്ചിട്ട് അല്ല, കുതിക്കൂ. കുട്ടനത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യും? ഒരുമിച്ച് രണ്ട് കാലം ചെയ്യും. അപ്പം നമുക്കത് ബുദ്ധിമുട്ടില്ല. പക്ഷെ തത്തൈദാഹയുടെ കുഴപ്പം എന്താ അറിയോ? നമ്മൾ ഒരെണ്ണം അങ്ങനെ തന്നെ റേസ് ചെയ്ത് വെക്കണം കാല്, ഒരെണ്ണം എന്ത് ചെയ്യണം? പൊക്കി ഇങ്ങനെ ചവിട്ടിയെടുക്കണം. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. ഈ കാല് ഇങ്ങനെ തന്നെ നിൽക്കുകയും വേണം, മറ്റേ കാല് പൊക്കി ചവിട്ടുകയും വേണം. ചെയ്യൂ ത തേയ് ത ഹ ദി തേയ് ത ഹ. അപ്പം ഈ കാല് ചവിട്ടുമ്പോഴും മറ്റേ കാല് എന്ത് ചെയ്യണം? റേസ് ചെയ്ത് തന്നെ വെക്കണം. ഇതാണ് കാലിന് ശ്രദ്ധിക്കേണ്ടത്. കൈ വരുമ്പോഴോ? കൈ വരുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ചെയ്യൂ. കൈ വരുമ്പോൾ എന്താ പറയൂ? പിന്നെ വേറെ ചെയ്യൂ ത അല്ലേ. ഇവിടെ നമുക്കുള്ള പ്രത്യേകത ഒരു ബെൻഡില്ല, ലീനില്ല, വേറെ ഇങ്ങോട്ട് ഷിഫ്റ്റിംഗ് ഒന്നുമില്ല. ഈ കൈ ഇവിടെ വന്നിട്ട് നമ്മളൊരു പ്രൊഫൈല് കൊടുക്കുകയാണ് അങ്ങോട്ടേക്ക്. മനസ്സിലായോ? ത തേയ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ ഒരു ചെറിയൊരു നാരോ പോയിന്റ് ഉണ്ട് നമുക്ക്. ആ പോയിന്റിൽ ത എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ത. കാല് കുതിക്കുന്ന സമയത്ത് ആ സെക്കൻഡിൽ ഐസ് താഴേക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ. ഇനി ഇത് അപ്പോൾ കൈയും ക്ലോസ്ഡ് ആണ്, ഐസും ക്ലോസ്, ഇങ്ങോട്ടേക്കാണ് നോക്കണത്. ഇനി ഹ എന്ന് ചോടുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്പൺ. കൈയും ഓപ്പൺ ചെയ്യണം, കണ്ണും ഓപ്പൺ ചെയ്ത് ദൂരെയുള്ള ഓഡിയൻസിനെ നോക്കണം. അത് ഭയങ്കര എന്താ പറയുക, വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ത എങ്ങോട്ട് ചെയ്തു? കറക്റ്റ് നാട്ടിയാരുമ്പോൾ സ്ഥലത്ത് ത. ബോഡി ചെരിയാനൊന്നും പാടില്ല, കാരണം നമുക്ക് ബെൻഡിങ്ങും ലീനിങ്ങും ഒന്നുമില്ല അവിടെ. ത തേയ് ത ഹ. ഇതൊരു നോട്ടം ഭയങ്കര എന്ന് വെച്ചാൽ ആൾക്കാരെ പേടിപ്പിക്കണ നോട്ടമല്ല ഞാൻ പറയാം. ഷാർപ്പ് എന്ന് വെച്ചാൽ ആൾക്കാരെ പേടിപ്പിക്കുന്നതല്ല, നല്ല ഓപ്പൺ ആയിട്ട് ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കണം. മനസ്സിലായി? അതുപോലെ ത എന്നെടുക്കണ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പുള്ളി ചെയ്യുക. നമുക്ക് ത ഓപ്പൺ ആവുകയാണ് നമ്മുടെ മനസ്സും ശരീരമൊക്കെ. ത അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓപ്പൺ ആവുന്ന ഒരു ഫീലിംഗ് വരില്ലേ? അത് വരണം. ചെയ്യുന്ന ഒരു ഇങ്ങനെ ഓപ്പൺ ആവില്ലേ? അങ്ങനെ ത തേയ് ത ഹ ദി തേയ് ത ഹ. ഓരോ തവണയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഈ സെൻട്രൽ പൊസിഷനിലേക്ക് കൈ കൊണ്ടുവരണം. ഇനി ഇതെന്താ ശ്രദ്ധിക്കാനുള്ളത്? എല്ലാവരും ഇങ്ങനെ ചെയ്യണാണോ ഇങ്ങനെ ചെയ്യണാണോ? എന്താ ശ്രദ്ധിക്കാനുള്ളത്? എന്ത് ബെൻഡാന്ന് പറയൂ. ഓരോരുത്തരും പറയൂ. ഇന്നിങ്ങനെ ഒന്നുമല്ല. രണ്ട് കൈ നീട്ടു, അരമണിലിരിക്കും. എന്നിട്ട് ലെഫ്റ്റ് കൈയിലേക്ക് നമ്മൾ കറക്റ്റ് ചെസ്റ്റ് ലെവലിൽ കൈ വെച്ചു. ഈ ലെഫ്റ്റ് കൈയിലേക്ക് റൈറ്റ് കൈ എടുത്ത് വയ്ക്കൂ, കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക്. ഇതാണ് പൊസിഷൻ. എന്നിട്ടാണ് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യണം. ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ചിൻ ഇങ്ങനെ പൊങ്ങാൻ പാടില്ല, അതിൻ്റെ ഒപ്പം ബെൻഡ് ചെയ്തു. തിരിച്ച് നമ്മളിപ്പോൾ ഇങ്ങോട്ട് നമ്മളിങ്ങനെ പോകുന്നു, തിരിച്ചിങ്ങനെ ഒരു എന്താ പറയുക, നമ്മളൊരു റോയൽ ഫീലിങ്ങിലൊക്കെ വരില്ലേ? മുന്നിലേക്ക് പോകുന്നു, തിരിച്ചിങ്ങനെ വരുന്നു, അങ്ങനെ വരണം. തിരിച്ച് ചെയ്യും. ശരിയല്ല, ഫ്രണ്ടിലേക്ക് 3 4.
അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യില്ല. അത്ര മുന്നിലേക്കായും തേയ്. തിരിച്ച് അഗൈൻ എങ്ങനെ വരും? നമ്മുടെ പ്രൊഫൈൽ കൊടുക്കുക അങ്ങോട്ടേക്ക്. അതെങ്ങോട്ട്? ദൂരേക്ക് നോക്കണം. തേയ് ത ഹ ദി. ഈ കൈ നിങ്ങൾ വയ്ക്കുക. എങ്ങനെയാണ് വയ്ക്കുക? രണ്ട് കൈയും. എന്നിട്ട് റൈറ്റ് കൈയിലേക്ക് ലെഫ്റ്റ് കൈ വെച്ച്. അപ്പോൾ അതിനനുസരിച്ച് ഈ കൈ ഇങ്ങനെ പോകാൻ പാടില്ല. നമ്മളിങ്ങനെ വെച്ചു, നമ്മളെ സൗകര്യത്തിന് ഇങ്ങനെ കൊണ്ടുവരരുത്. നമ്മളിങ്ങനെ വെച്ചാൽ അതിലേക്ക് കറക്റ്റ്. ദി തേയ് ഇങ്ങോട്ട് ത ഹ. ആ ഓപ്പൺ ചെയ്യുന്നത് നല്ല ഭംഗിയിൽ ഓപ്പൺ ചെയ്യുന്നത്. ത ഹ. ഹ എന്ന് പറയില്ല. ചവിട്ടുന്നതും ആൾക്കാരെ നോക്കുന്നതും കൈ ഓപ്പൺ ആവണം. എങ്ങനെ ചെയ്യണം? ഇതിപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ്. കണ്ണ് താഴത്തേക്ക് നോക്കി ക്ലോസ് ചെയ്തു, കൈ നോക്കി ക്ലോസ് ചെയ്തു. ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ പേടിപ്പിക്കണം നോട്ടം കൊടുക്കരുത്. ആൾക്കാരെ നോക്കി നല്ല സന്തോഷത്തോടെ പ്രകാശത്തോടെ നോക്കുക. ഓഡിയൻസിൽ ഇത് ഓപ്പൺ ചെയ്യുക. പിന്നെ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കോർത്ത്. 3 ടക്ക്. അല്ലല്ല, ഇത് തുടങ്ങിച്ചു. ടക്ക് തേയ് ത. ഒരു കാല് റേസ് ആയിട്ട് വെക്കണം, മറ്റേ കാല് തൂക്കി ചവിട്ടുക. ഹ. പൊക്കി നിങ്ങളിങ്ങനെ ബാക്കിൽ നമ്മൾ ശരിക്കും തട്ടടവിന് ചവിട്ടില്ലേ, അതുപോലെ തന്നെ ചവിട്ടണം. ചെയ്യൂ. ത തേയ്. ബെൻഡ് ആവരുത്. ത. ബോഡി നേരെ നേരെ. ഹ. ആര്യ കുറച്ച് ഫ്രണ്ടിലേക്ക് ബെൻഡ് ആവുക. അങ്ങനെ ആവല്ലേ. ദി തേയ് ത ഹ ത. നമ്മുടെ കൈ ഇപ്പോൾ അനാഞ്ജലി ഒന്നിങ്ങനെ പിടിക്കും. ഇവിടെ വരണ്ടേ? തേയ്. മുന്നിലേക്ക് ആയണം. മുന്നിലേക്ക് ആകുമ്പോൾ ചിൻ ഇങ്ങനെ ഇങ്ങനെ ആവരുതെന്ന്. കറക്റ്റ് അതിൻ്റെ നേരെ. ചിൻ പൊങ്ങാൻ പാടില്ല. ത തേയ്. തിരിച്ചു വന്നു. ത ഹ ദി തേയ് ത ഹ. മനസ്സിലായില്ല? മുന്നിലേക്ക് വരണം കാണിക്കുക. ശരിക്കും വരട്ടെ. മുന്നിലേക്ക് വന്നേ. റൈറ്റ് കൈ കൊണ്ട് ചെയ്തേ. ത. എല്ലാവരും മുന്നിലേക്കായിട്ടെ. ത. പിന്നെ നേരെ വരണം. അത് ഫീൽ ചെയ്യണം. അതായത് മുന്നിലേക്ക് വരുന്നതും തിരിച്ച് ഒരു പ്രൗഡ് ഫീലിംഗ്, ഒരു റോയൽ ഫീലിങ്ങിലൊക്കെ പോയിട്ട് തിരിച്ചു വരില്ലേ, അങ്ങനെ വരണം. ഒന്ന് വരുമോ? അത് മാത്രം ചെയ്യൂ. ത. കൈ എവിടെ? അരി കുറച്ച് തേയ്. അങ്ങനെ വരണം. അപ്പം മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളത് എന്താ? അടുത്ത ക്ലാസ്സിലെടുക്കാം. സ്ട്രെച്ച് ചെയ്യൂ.